കണ്ണു തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കാം. ഇത് ആരാധനയ്ക്ക് യോഗ്യനായവൻ നിന്റെ കൺമുമ്പിൽ എഴുന്നള്ളി നിൽക്കുന്ന സമയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 വചനം ചോദിക്കുന്നില്ലേ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മയ്ക്ക് പുത്രനോട് കരുണ കാണിക്കാതിരിക്കാനാകുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേട്ടെ, കർത്താവ് പറഞ്ഞത് അമ്മ അപ്പനൊക്കെ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. ആരൊക്കെ നിന്നെ തിരസ്കരിച്ചാലും ഞാൻ നിന്നെ തിരസ്കരിക്കില്ലെന്ന്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ അൾത്താരയിലുണ്ട്. വിശ്വസിച്ചേ. ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവ്, ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവ്. ആ കർത്താവിന്റെ സാന്നിധ്യം ഇതാ നിന്റെ കൂടെ. അതിവികാരത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ സാന്നിധ്യത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ. യാക്കോബേ എന്ന് പറയുമ്പോൾ കർത്താവ് നിന്നോടാ പറയുന്നത്. യാക്കോബേ എന്നുള്ള പേര് കർത്താവ് പറയുമ്പോൾ കർത്താവ് ശരിക്കും നിന്നോടാ പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ വചനഭാഗത്ത് എടുക്കേണ്ടത്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നിന്നോടാണ് കർത്താവ് പറയുന്നത്. പേഴ്സണലൈസ് ചെയ്യുക. കർത്താവ് എന്നോട് സംസാരിക്കുന്ന സമയം, എൻ്റെ കർത്താവ് എന്നോട് മന്ത്രിക്കുന്ന സമയം. 43:1 മുതലുള്ള വചനങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പോ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും അമ്മയുടെ ഉദരത്തിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു കർത്താവുണ്ട്. ആ കർത്താവാണ് അരുൾ ചെയ്യുന്നത്. നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ധാരാ പറയുന്നേ, കർത്താവാ പറയുന്നേ. നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമുക്ക് വാക്ക് തന്നിരിക്കുന്ന വിഷയമാണ് എന്താണ്? നമ്മുടെ രക്ഷ. ദൈവം തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ കാൽവരി യാഗം കൊണ്ട്, തൻ്റെ പുത്രന്റെ ബലിയാഗം കൊണ്ട് നമുക്ക് സ്ഥിരീകരിച്ചു തന്ന, ഉറപ്പിച്ചു തന്ന വിഷയമാണ് നമ്മുടെ രക്ഷ. ഉണ്ട് കർത്താവ് പറയാണ്, മോളെ, മോനെ, നീ ഭയപ്പെടേണ്ട. നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. നീ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ കാൽവരിയിൽ ചെയ്തു കഴിഞ്ഞു. നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം, നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടതെല്ലാം, നിന്റെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം കാൽവരിയുടെ നെറുകയിൽ ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാ കർത്താവ് പറയുന്നത്. ഇതാണ് കർത്താവ് നിന്നോട് പറയുക, പേര് ചൊല്ലി നിന്നോട് പറയുക. ഏതെങ്കിലുമൊക്കെ ഭയപ്പാടുകളോ ഏതെങ്കിലുമൊക്കെ ആശങ്കകളോ എന്തിനെക്കുറിച്ചെങ്കിലൊക്കെ ഒരു ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ചട്ടുളി പോലെ നിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സ്പർശിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നു. മോളെ, മോനെ, നീ എൻ്റേതാണ്, എൻ്റേതാണ്.
ഇങ്ങനെ പറയാൻ നമുക്കൊരാളുണ്ടെങ്കിൽ എന്തൊരു സുന്ദരമാണ് നമ്മുടെ ഈ ജീവിതം. മോളെ നീ എൻ്റേതാണെന്ന്, മോനെ നീ എൻ്റേതാണെന്ന് ഇത്ര ആത്മാർത്ഥതയോടെ, ഇത്ര സത്യസന്ധതയോടെ, ഇത്ര സ്നേഹത്തോടെ പറയുന്ന വേറെ ആരാ ഉള്ളേ? നമ്മുടെ ദൈവമല്ലാതെ. ആ കർത്താവ് പറയുന്നു, മോനെ മോളെ നീ എൻ്റേതാണ്, യു ആർ മൈൻ, എൻ്റേതാണ്. ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാവോ? കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആ സ്നേഹത്തിൽ നിന്നെ ചേർത്ത് വെച്ച് ഏതാനും നിമിഷം കർത്താവിൻ്റെ കരുതുന്ന സ്നേഹം, കർത്താവിൻ്റെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം, പേര് ചൊല്ലി വിളിക്കുന്ന സ്നേഹം, നിന്നെ രക്ഷിക്കുന്ന സ്നേഹം ഇതാ ഇയാൾ താരയിൽ. അത് വിശ്വസിച്ച് ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യെശയ്യാ പ്രവാചകൻ തുടർന്ന് പറയുന്ന ഒരു കാര്യമാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹൃദയ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിക്കേ. ദൈവത്തിൻ്റെ സ്വരം കേട്ടെ, യേശുവിൻ്റെ സ്വരം കേട്ടെ. യേശു നിന്നോട് പറയുന്നത് കേൾക്ക്, യേശു നിന്നോട് മന്ത്രിക്കുന്നത് നീ കേൾക്ക്. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഇതാ നിന്റെ കർത്താവ് നിന്നോട് സംസാരിക്കുന്ന സമയമാണ്. കരങ്ങൾ മടിയിൽ തുറന്നു വയ്ക്കുക. കരങ്ങൾ മാത്രമല്ല, നിന്റെ ഹൃദയം തമ്പുരാൻ മുമ്പിൽ തുറന്നു വയ്ക്കുക. നിന്റെ ആന്തരിക നയനങ്ങൾ, നിന്റെ കാതുകൾ എല്ലാം തുറന്നു വയ്ക്കുക. ഈശോ പറയുന്നത് കേൾക്ക്. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. നിന്റെ ശരീരം കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. നിന്റെ കാതുകൾ കൊണ്ട് കർത്താവ് പറയുന്നത് കേൾക്ക്. നിന്റെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ കാണുക. നിന്റെ ഹൃദയം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുക. ഈശോ പറയുന്നത് കേൾക്ക്. ഈശോയേ ആരാധന. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ദൈവം ചില ഇതെല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്തും നടത്തുന്ന വഴികളെല്ലാം ഓർത്ത് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളും നിയോഗങ്ങളും അൽത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ